ഇൻ എ സെൻസ്, ഇതിൻ്റെ മീനിങ് ഒരർത്ഥത്തിൽ. സംതിങ് ഈസ് ട്രൂ ഇൻ എ സെൻസ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം ഒരർത്ഥത്തിൽ ശരിയാണ്, പക്ഷേ മുഴുവനായിട്ടും അത് ശരിയല്ല എന്ന്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഹാഡ് ബാഡ് ലക്ക് ആൻഡ് ഇൻ എ സെൻസ് ദാറ്റ്സ് ട്രൂ. അവന് ബാഡ് ലക്ക് ആണ് എന്ന്, ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം ആണ് എന്ന്, അവന് ബാഡ് ലക്ക് ആണ് എന്ന് പറയപ്പെടുന്നു. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഇൻ എ സെൻസ് ദാറ്റ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് സത്യമാണ്. വേറൊരു എക്സാമ്പിൾ. വാട്ട് ഹി സെഡ് ഈസ് ട്രൂ ഇൻ എ സെൻസ്. ഒരർത്ഥത്തിൽ അവൻ പറഞ്ഞത് സത്യം ആണ്. വാട്ട് ഹി സെഡ്, അവൻ പറഞ്ഞത്, അത് ട്രൂ ആണ്, അത് സത്യം ആണ്. ഇൻ എ സെൻസ്, ഒരർത്ഥത്തിൽ. അപ്പോൾ അത് മുഴുവനായിട്ടും അത് ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഷീ റോട്ട് ഈസ് ട്രൂ ഇൻ എ സെൻസ്. അവൾ എഴുതിയത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഇൻ എ സെൻസ് ഹി അബാൻഡൻഡ് ഹിസ് ഫാമിലി. ഒരർത്ഥത്തിൽ അവൻ അവൻ്റെ ഫാമിലിയെ ഉപേക്ഷിച്ചു. അബാൻഡൻ മീൻസ് ഉപേക്ഷിക്കുക. ഇൻ എ സെൻസ് കാർസ് മേക്ക് ലൈഫ് ബെറ്റർ. ഒരർത്ഥത്തിൽ കാറുകൾ നമ്മുടെ ജീവിതം കുറേയും കൂടി നല്ല രീതിയിലാക്കുന്നു. ഇൻ എ സെൻസ് വി ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ഇൻ ദ വേൾഡ്. ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആണ്. എന്തിനാണ്? ഫോർ ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ഇൻ ദ വേൾഡ്. സ്റ്റാർവേഷൻ എന്നാൽ ദാരിദ്ര്യം. ഈ ലോകത്തിലെ ദാരിദ്ര്യം എന്ന ഒരു പ്രശ്നത്തിന് നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദികൾ ആണ്. അല്ലേ? അങ്ങനെയല്ലേ? ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ദാരിദ്ര്യം എന്ന പ്രശ്നത്തിന് ഉത്തരവാദികളാണ്. പല കാര്യങ്ങളും പല ഫാക്ടേഴ്സും ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും ഈ ദാരിദ്ര്യം എന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ തന്നെയാണ് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇൻ എ സെൻസ് വി ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ഇൻ ദ വേൾഡ്. ഇപ്പോൾ ഇൻ എ സെൻസ് എന്ന ഒരു ഫ്രേസിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ.